രാവിലെ വെറുതെ ഞാൻ യൂട്യൂബിലൊന്ന് കയറി, ഏതോ ഒന്നിൽ ഞാൻ കയറി. അപ്പോൾ അതൊരു റസൂലുള്ളാഹിനെ വിമർശിക്കാൻ വേണ്ടി നടത്തിയ പ്രസംഗമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെ ഒരു സാഹചര്യം വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രഭാഷണമായിപ്പോയി. പ്രഭാഷണം ഒരു രാഷ്ട്രീയ പ്രഭാഷണം. എന്താണ് അദ്ദേഹം പറയുന്നത്? കേരള നിയമസഭയിലെ ഒരു മന്ത്രി, മുസ്ലിം പേരുള്ളൊരു മന്ത്രി, അദ്ദേഹം കല്യാണം കഴിച്ചത് മറ്റൊരു ജാതിയിലുള്ളൊരു പെണ്ണിനെയാണ്. അപ്പം മുസ്ലിമായ തറവാട്ടിൽ ജനിച്ച, ഇപ്പോൾ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെ മുമ്പൊരാൾ അദ്ദേഹത്തിൻ്റെ ഈ കല്യാണം വിമർശിച്ച് നടത്തിയ പ്രസംഗമുണ്ട്. അതിന് മറുപടി പറയുകയാണ് ഈ മന്ത്രിയുടെ പാർട്ടിക്കാരൻ. മറുപടി പറയുന്ന പാർട്ടി പ്രവർത്തകൻ അയാളൊരു മുസ്ലിമാണ്. ഇയാൾ എന്താ പറയുന്നതെന്നറിയോ? ഞങ്ങളെ മന്ത്രി അങ്ങനെ ഒരു പെണ്ണ് കെട്ടിയതിന് നിങ്ങൾക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന എൻ്റെ നേതാവ് കൂടിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുത്രി സൈനബ ബീവിയെ കല്യാണം കഴിച്ചത് ആരാണ് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഈ കഥയൊക്കെ ഒന്ന് പഠിക്കണമെന്ന് ആ വിമർശകനോട് പറയാണ്. കല്യാണം കഴിച്ചത് ആരാ? അബുല്ലാസ് എന്ന വ്യക്തിയാണ്. അബുല്ലാസ് ആരാണ്? മുശ്രിക്കാണ്. അവസാന കാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ബദറും ഉഹദും ഒക്കെ യുദ്ധം കഴിഞ്ഞ ശേഷം അവസാനം ഇസ്ലാമിൽ വന്ന ആൾ തന്നെയാണ്. പക്ഷേ ഈ കല്യാണം നടക്കുമ്പോഴും അവർക്ക് മക്കളുണ്ടാകുമ്പോഴും കുടുംബമായി ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്ത് മുഹമ്മദ് നബി കെട്ടിച്ചു കൊടുത്തത് സ്വന്തം മകളായ സൈനബയെ മുശ്രിക്കായ അബുല്ലാസിനല്ലേ? ഈ ചരിത്രം പോലും പഠിക്കാതെ എന്തിന് ഞങ്ങളുടെ മന്ത്രി കല്യാണം കഴിച്ചതിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നു? ഇതൊരു രാഷ്ട്രീയ രംഗത്ത് വളരെ ശ്രദ്ധേയനായ മുസ്ലിം പേരുള്ള ഒരു നേതാവ്, ഒരു പാർട്ടി നേതാവ്, അയാളെ പ്രസംഗം കേൾക്കൽ നമ്മളെപ്പോലത്തെ ദീനുമായി ബന്ധമുള്ളവർ മാത്രം ഇരിക്കുന്ന സദസ്യരല്ല. പിന്നെയോ ഈ വേഷമുള്ളവർ ആ സദസ്സിൽ കുറവായിരിക്കും. മറ്റൊരു സംസ്കാരത്തിൻ്റെ വലിയ ജനാവലിക്ക് മുമ്പിൽ മുഹമ്മദ് നബി മുശ്രിക്കായ ഒരു ഭർത്താവിന് തൻ്റെ മൂമിനായ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പം അതിന് കുഴപ്പമില്ല. അദ്ദേഹത്തിനൊരു പക്ഷേ റസൂലുള്ളാഹിനെ ആക്ഷേപിക്കലോ തെറ്റിദ്ധരിപ്പിക്കലോ ഉദ്ദേശമല്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിയെ ന്യായീകരിക്കല ലക്ഷ്യം. അതിനിത് ഉപയോഗിക്കുകയാണ്. എത്ര വലിയ അപരാധമാണ്! ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാതെ ആ പറഞ്ഞത്. പക്ഷെ നമുക്കതൊരവസരമായി സൈനബ ബീവി ആരാണ്, അബുല്ലാസ് ആരാണ്, ആ കല്യാണം എങ്ങനെ നടന്നതാണ്, ഇത് വിശദമായി പറഞ്ഞു കൊടുക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിന് ആ കഥ കൂടെ പഠിക്കാനായില്ലേ? നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ സൈനബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖദീജ ബീവിയിൽ ജനിച്ച ആദ്യത്തെ കുട്ടിയാണ്. ചരിത്രത്തിൻ്റെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അംഗീകരിച്ചത് അങ്ങനെയാണ്. ഖാസിം എന്ന ആൺകുട്ടിയാണ് ആദ്യത്തെ കുട്ടി എന്നൊരു ദുർബല അഭിപ്രായം ചരിത്രം പറയുന്നുണ്ട്. ആ കുട്ടി 16-17 മാസമേ ജീവിച്ചിട്ടുള്ളൂ. അത് മരണപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നാൽ സൈനബ റളിയല്ലാഹു അൻഹയാണ് ഖാസിമിൻ്റെയും മുമ്പ് ഖദീജ ബീവിയിൽ നബി തങ്ങൾക്ക് ജനിച്ച മകൾ. ആ മകളെ കല്യാണം കഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലായിട്ടില്ല, ഇസ്ലാം മതം തുടങ്ങിയിട്ടില്ല, ഹിറാ ഗുഹയിൽ വഹി ഇറങ്ങിയിട്ടില്ല. പിന്നെ മക്കയിൽ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരമുള്ള ജനങ്ങൾക്കിടയിൽ മക്കക്കാരെ പോലെ ജീവിക്കുന്ന ആമിന ഖദീജ ബീവിയുടെ നേരത്തെ ബിസിനസിൻ്റെ മാനേജറായ, പിന്നീട് ഖദീജ ബീവിയെ അക്കാലത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് കല്യാണം കഴിച്ച ആളാ റസൂലുള്ളാഹി തങ്ങൾ. ഇഖ്റ ബിസ്മി ഇറങ്ങിയിട്ടില്ല, റസൂലുള്ളാഹി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ അന്നത്തെ നാട്ടാചാരപ്രകാരമാണ് സൈനബിനെ അബുല്ലാസിന് കെട്ടിച്ചു കൊടുക്കുന്നത്. സൈനബാര, അബുല്ലാസാര? ഖദീജ ബീവിയുടെ മകളല്ലേ സൈനബ്.
ഖദീജ ബീവിയുടെ സ്വന്തം ജ്യേഷ്ഠത്തിയുടെ മകനാണ് അബുല്ലാസ്. റബിയത്ത് എന്നതാണ് അവരുടെ ഭർത്താവ്. ഹാല ബിന്ത് ഖുവൈലിദ്, അതാണ് ഖദീജ ബീവിയുടെ ജ്യേഷ്ഠത്തി. ഏട്ടത്തിയുടെ മകന് അനുജത്തിയുടെ മകളെ ഇസ്ലാമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് മക്കയിലുണ്ടായ ആചാരവും സംസ്കാരവും അനുസരിച്ച് നടന്ന കല്യാണമാണത്. ഇത് മനസ്സിലാക്കാതെ മുഹമ്മദ് നബി തങ്ങൾ മുശ്രിക്കിന് മകളെ കെട്ടിച്ചു കൊടുത്തു. പിന്നെന്താ ഞങ്ങളെ മന്ത്രി ചെയ്തതിൽ തെറ്റിയെന്ന് ചോദിച്ചാൽ, ഏറ്റവും കുറഞ്ഞതാ പ്രസംഗിച്ച ആള് ഇസ്ലാമിക തറവാട്ടിൽ ജനിച്ച ഒരാളായതുകൊണ്ട് അയാൾക്കെങ്കിലും അത് തിരുത്തി കൊടുക്കണ്ടേ? നമ്മൾ തിരുത്തി കൊടുക്കണം. അതിൻ്റെ അവസരമാണിത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാം മതം നുബുവത്ത് കിട്ടി, പ്രവാചകനായി. ഖദീജ ബീവി ആദ്യം വിശ്വസിച്ച സ്ത്രീയാണ്. കൂടെ സൈനബയും വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ ഭർത്താവ് വിസമ്മതിച്ചു. ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബവും റസൂലുള്ളാഹിനെ അംഗീകരിച്ച് ദീനിലേക്ക് വരാൻ തയ്യാറില്ലാതെ മാറി നിന്ന മക്കയിലെ ഖുറൈശി കുടുംബത്തിലെ ഒരു കുടുംബമാണത്. ആ വീട്ടിൽ നിന്നുകൊണ്ട് സൈനബ വിശ്വസിച്ചു. എന്നാൽ ഭാര്യ ഭർത്താക്കന്മാരിൽ ഒരാൾ മതം മാറിയാൽ 3 ശുദ്ധികാലം പിന്നിടുന്നതോടെ, പീരിയഡ്സ് 3 എണ്ണം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവരുടെ വിവാഹബന്ധം വേർപ്പെടുമെന്ന നിയമം, അതൊക്കെ മദീനയിലേക്ക് റസൂലുള്ളാഹി വന്നതിന് ശേഷം പിൽക്കാലത്ത് അവസാന കാലത്ത് വന്ന നിയമമാണ്. അതിനു മുമ്പ് ആ നിയമമില്ല. അപ്പോൾ വിവാഹം നടത്തിയ സമയത്ത് മുസ്ലിമായ സൈനബിനെ കാഫിറായ അബുല്ലാസിന് കെട്ടിച്ചു കൊടുത്തതല്ല. സൈനബ റളിയല്ലാഹു അൻഹ ആ വീട്ടിൽ തന്നെ ഇസ്ലാം ആയതിൻ്റെ പേരിൽ ഉപ്പയുടെ കൂടെ കുടുംബത്തിലേക്ക് ദീൻ സംരക്ഷണത്തിന് വേണ്ടി വരാൻ പലപ്പോഴും ശ്രമിച്ചപ്പോൾ കണ്ണൂരിലെ ഹാദിയയെ വീട്ടുതടങ്കലിൽ വെച്ച പോലെ ആ കുടുംബം അവരുടെ മരുമകളെ, സ്വന്തം ഭാര്യയെ എങ്ങോട്ടും ബന്ധപ്പെടാൻ അനുവദിക്കാതെ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയപ്പോൾ കൂടെ പോകാൻ ശ്രമം നടത്തി. പക്ഷേ അനുവദിച്ചില്ല. വീട്ടുതടങ്കലിലാണ്. ഒരു ദിവസം തടങ്കലിൽ നിന്നൊക്കെ എങ്ങനെയോ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ട് ഒട്ടകം സംഘടിപ്പിച്ച് സൈനബ റളിയല്ലാഹു അൻഹ തൻ്റെ ഉപ്പയുടെ അടുത്തേക്ക് തൻ്റെ വിശ്വാസവും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമം നടത്തി. ഒട്ടകപ്പുറത്ത് കയറി യാത്ര ചെയ്തു. പക്ഷേ വഴിയിൽ നിന്നും കണ്ട ഏതോ മെസ്സഞ്ചർമാർ റബിയത്തിൻ്റെ കുടുംബത്തിന് വിവരമറിയിച്ചതുകൊണ്ട് അവരുടെ ആളുകൾ ചെന്ന് വഴിയിൽ വെച്ച് ഒട്ടകപ്പുറത്തു നിന്നും കുന്തം കൊണ്ട് കുത്തി താഴെയിട്ടു. എന്നിട്ടോ ഗർഭിണിയായിരുന്ന സൈനബ റളിയല്ലാഹു അൻഹ ആ വീഴ്ചയോടെ ആ ഗർഭം വരെ അലസിപ്പോയി. എന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി അതേ വീട്ടിൽ തന്നെ വീണ്ടും തടങ്കലാക്കിയിരിക്കുകയായിരുന്നു. ഈ കഥകളൊക്കെ മൂടി വെച്ചുകൊണ്ട് മുഹമ്മദ് നബി മകളെ കാഫിറിന് കെട്ടിച്ചു കൊടുത്തു എന്ന് ഇസ്ലാമിക തറവാട്ടിൽ ജനിച്ച ഒരാൾ മന്ത്രിയെ ന്യായീകരിക്കാൻ പറഞ്ഞത്, ഇത്രയും ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അവസരമായി. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് എന്ന പരാമർശം ഇവിടെ ഓതുകയുണ്ടായി. തങ്ങളെക്കുറിച്ചുള്ള പറച്ചിൽ ഏറ്റവും ഉയർന്ന കാര്യമാണ്. അത് ലോകത്ത് ആരൊക്കെ എന്തൊക്കെ പ്രചരിപ്പിച്ചാലും ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് അല്ലാഹു ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതൊക്കെ വീഴ്ചകളാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ കുറ്റം പറയാൻ വേണ്ടി എവിടെ വെച്ച് കണ്ടുപിടിച്ചാലും ആ സാഹചര്യത്തിൻ്റെ ശരിയായ ഭാഗം എങ്ങനെയെന്ന് ഉമ്മത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരവസരമായി മാറുന്നു എന്നതിനപ്പുറം അള്ളാഹു നിശ്ചയിച്ച ദീനും അള്ളാഹു നിയോഗിച്ച റസൂലും അവിടെ ഒരു കുറ്റം കണ്ടെത്താൻ ഈ ഈനാമ്പേച്ചികളായ മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും സാധ്യമല്ല. അതൊരു വസ്തുതയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഇത്തരം പരാമർശങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അധിക പ്രസംഗം നടത്തുകയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ നടത്തുന്ന ഈ സംഭവം അവരെ നമ്മെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഗംഭീരമായി വിജയിച്ച സന്തോഷത്തിൻ്റെ ഒരു വേദിയാക്കി അല്ലാഹു നമുക്ക് നൽകട്ടെ.